ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ആദ്യം തന്നെ ഹാപ്പി ഈസ്റ്റർ മച്ചാമാരെ. അപ്പം അതുപോലെ തന്നെ ഗൈസ്, ഇന്ന് നമുക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് തന്നെ നമ്മുടെ റോഡ് ടു 10K അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇതേ എന്താ പറയുക, താങ്ക് യു ഗൈസ് എല്ലാവർക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഇതേ സപ്പോർട്ട് ഇനിയും വേണം. നമുക്ക് എന്താ പറയുക, അടുത്ത നമ്മുടെ 20K ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത നമുക്ക് 11K 12K അങ്ങനെ അടിച്ചടിച്ച് കയറണം. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾക്കറിയാം നമ്മുടെ കുറേ അധികം സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു കാര്യമായിരുന്നു നമ്മുടെ ക്രൈഫിൻ്റെ മാനേജറിൻ്റെ റിവ്യൂ. അപ്പം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പാക്കിൽ നല്ല കിടിലനായിട്ടുള്ള പാക്കുകൾ, അതായത് നമ്മുടെ കുറേ പ്ലേയേഴ്സിൻ്റെ നെർഫഡ് ആയിട്ടുണ്ട്. അതായത് എന്താ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ മെയിൻ്റെനൻസ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്ലേയേഴ്സിൻ്റെ എല്ലാവരുടെയും പാസിങ്ങും ഡിഫെൻസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറേ പേരെ കുറച്ചും ചെയ്തു, പക്ഷേ കുറഞ്ഞ കുറേ പ്ലേയേഴ്സിനെ കൂട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആദ്യം തന്നെ വെച്ചത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ ദിവസം ക്രൈഫിൻ്റെ ഒരു 500 കോയിൻ്റെ പാക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഗൈസ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തില്ല, ഞാൻ കാണിക്കാം. ഞാൻ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ കാണിക്കാതെ ഗൈസ്. ഞാനൊരു നമ്മുടെ ഡിവിഷൻ ആയിട്ടുള്ള റാങ്ക് പ്ലേയേഴ്സ് കുറേ ഏകദേശം എനിക്ക് തോന്നുന്നു ഡിവിഷൻ ഫസ്റ്റ് നിൽക്കുന്ന റാങ്ക് ഒരു 50-40 പേരുള്ളവരൊക്കെ ഞാൻ നോക്കി. അവരാരും ക്രൈഫ് മാനേജറിനെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് എടുത്തവരുടെ കുറച്ച് അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഗൈസ്, ക്രൈഫിൻ്റെ മാനേജർ നിങ്ങൾ എടുക്കണ്ട. ഇപ്പോൾ വെറുതെ 500 കോയിൻ വെറുതെ കളയുന്നതാണ്. കാരണം നല്ല മാനേജർ പാക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന എന്താ പറയുക മെയിൻ്റെനൻസിലല്ല, വരുന്ന വ്യാഴാഴ്ചനും പാക്കുകൾ ഉറപ്പായിട്ടും വരുന്നത് നിങ്ങൾ ഷുവറായിട്ട് നോക്കിയോ. പിന്നെ പോരാത്തതിന് ഇപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ക്രൈഫിൻ്റെ എന്താ പറയുക എടുത്തവർ തന്നെ പറഞ്ഞത് ചില ഫോർമേഷൻ 3-1-4-2 ആണെന്ന് തോന്നുന്നു, ആ ഒരു ഫോർമേഷൻ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ളവർ കളിപ്പിക്കുമ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും എടുക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ എടുത്തവരുണ്ട് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ മച്ചാമാരെ, നമുക്കറിയാം കുറേ പ്ലേയേഴ്സ് നിങ്ങൾക്കറിയാം. ഇന്നലെ നമ്മളുടെ ഒരു ലൈവിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു, ഗോളി ഒബ്ലാക്കിൻ്റെ പാക്കിൽ അവർ ഓൾറെഡി നെർഫഡ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് വീക്കായിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കിഡിലിനായിട്ട് കളിക്കുന്ന കുറേ പ്ലെയർ ഉണ്ട്. അപ്പോൾ കിഡിലിനായിട്ട് റാങ്ക്ഡ് പ്ലേയേഴ്സ് ഞാൻ എടുത്ത കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതായത് അവർ യൂസ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയ വിവരങ്ങളാണ് ഞാൻ കാണിച്ചിരുന്നത്. അതായത് ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് നമ്മുടെ പെഡ്രി ആട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റുള്ള പെഡ്രി എല്ലാവരുടെയും കയ്യിലുണ്ടാവും. ഈ ഒരു സംഭവം ബീസ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ കുറേ കമൻസിൽ കണ്ടായിരുന്നു, പക്ഷേ അവർ ഈ ഒരു കിടിലൻ കാർഡാണ്. നിങ്ങൾ എന്തായാലും ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇറക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഗൈസ്, പിന്നെ ഉള്ളത് നമ്മുടെ വാരൻ സൈറ എമറി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. ഈ ഒരു പ്ലെയറും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല അത്യാവശ്യം നല്ല കിടിലനായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ വരെ വേറൊരു പ്ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കോളസ് ആണ്. സ്കോളസും വലിയ കുഴപ്പമില്ല. ഈ ഒരു കാർഡിന് സ്കോളസ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാർഡുകളിലുള്ളവർ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ള എല്ലാവർക്കും ഉള്ളൊരു കാർഡാണ് നമ്മുടെ ഡേവിഡ് ബെക്കാം പെനാൽറ്റി ഡെയിലി ഗെയിമിൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ ഒരു സബ്സ്ക്രൈബറിന് ഈ ബെക്കാമിന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബെക്കാമിൻ്റെ വെർത്താണ് ഗൈസ്, നിങ്ങൾ ഉറപ്പായിട്ട് ഇറക്കിയ. കാരണം പാസിങ് ആയിക്കോട്ടെ, ത്രൂ പാസിങ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാം ഈ ഒരു പാക്കിന് കിടിലിനായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അവർ കയറ്റിയിട്ടുണ്ട്. യൂസ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇറക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഗൈസ്, ഈ ഒരു ഇനീസ്റ്റേൻ്റെ ബാക്കും വലിയ നല്ല കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്കറിയാം കുറച്ച് പേരോട് പറഞ്ഞിരുന്നു ഈ ഒരു റാഷ്ഫോർഡിൻ്റെ കാർഡ് പണ്ടത്തെ നമ്മുടെ നെയ്മറിൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വിവരം എത്തിക്കാമെന്ന് വെച്ചാൽ. റാഷ്ഫോർഡിൻ്റെ നല്ല കിടുക്കാച്ചി കാർഡാണ്. പിന്നെ ഗൈസ്, നമ്മുടെ ഡിബ്രൂണിൻ്റെ കാർഡ്, ബെല്ലിംഗത്തിൻ്റെ കാർഡ്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ 107 റേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു സുവാരസിൻ്റെ ജസ്റ്റ് ഞാനൊരു ഇത് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. പക്ഷേ ഞാനെന്താ പറയുക, കുറച്ച് ഇൻസൈൻ ആയിട്ടുള്ള ബീസ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ് ഈ ഒരു അക്കൗണ്ടുകളല്ല പ്ലേയേഴ്സൊക്കെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ജസ്റ്റ് പ്ലേയേഴ്സ് ഉള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ കളിപ്പിച്ച് നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും ഉറപ്പായിട്ടും. ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ലൈവ് നമ്മൾ രാത്രി 8 മണിക്കായിരിക്കും വരാൻ പോകുന്നത് മച്ചാമാരെ. അപ്പം എന്തായാലും നമുക്ക് റാങ്ക് പുഷ് ചെയ്യാറ്. ഞാൻ ഓൾറെഡി റാങ്ക് പുഷ് ചെയ്യാത്തത് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒന്നിച്ച് കളിക്കാമെന്ന് വെച്ചിട്ട് കോമാച്ചിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷെ നമുക്ക് രണ്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും അടിച്ചു കളിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.